ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു ടെക്നിക്കൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ട പോലെ ഇന്ന് ഞാൻ ഇൻക്യുബേറ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് കിടക്കാം. നമുക്ക് ഇൻക്യുബേറ്റർ പണിയാൻ ഏറ്റവും ആദ്യം ആവശ്യമുള്ള സാധനം ഒരു തെർമോക്കോളിൻ്റെ ബോക്സ്. അപ്പോൾ തെർമോക്കോളിൻ്റെ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് തെർമോക്കോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 12x20 സൈസിലുള്ള തെർമോക്കോളാണ്. ഇത് 12x15 സൈസിലുള്ള തെർമോക്കോളാണ്. ഇനി വേണ്ടത് നമുക്ക് 21.5x15 2 തെർമോക്കോൾ കഷ്ണമാണ്. ഇനി നമുക്ക് അസംബ്ലിങ് തുടങ്ങാം. ഈ തെർമോക്കോൾ ബോക്സുമ്പോൾ ഞാൻ കുറച്ച് ആൾട്രേഷൻ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കാരണം വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോ കൂടുതൽ ലെങ്ത് ആവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ആൾട്രേഷൻ വരുത്തിയെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്ത ആൾട്രേഷൻ വർക്ക് എന്ന് വെച്ചാൽ ഈ ബോക്സുമ്പോൾ മുഴുവൻ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ടേപ്പ് ചുറ്റി, കാരണം അല്ലെങ്കിൽ ഡ്യൂറബിളായി കിട്ടില്ല, ഈ തെർമോക്കോൾ അടന്നു വീഴും. അടുത്തതായിട്ട് ഫിറ്റ് ചെയ്തത് ഞാൻ ഗ്ലാസ്സാണ്. ഗ്ലാസ്സിനെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ കോഴിക്കുഞ്ഞിൻ്റെ ഓരോ അവസ്ഥ അറിയാനും, പിന്നെ നമ്മൾ ഈ ടോപ്പ് എപ്പോഴും തുറക്കുമ്പോൾ ടെമ്പറേച്ചർ വേരിയബിൾ ആവും. പിന്നെ റെക്കോർഡിങ്ങിൻ്റെ ആവശ്യത്തിനാണ് ഞാൻ ഈ ഗ്ലാസ് ഫിറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ അവസ്ഥ എങ്ങനെയാണെന്ന്. അടുത്തതായിട്ട് ഞാനിവിടെ വെന്റിലേഷൻ ഹോൾ തുളച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതുമേക്കും ഞാൻ മോഡ്യൂൾ ഉറപ്പിക്കാൻ പോണത്. പിന്നെ ഒരു പവർ സപ്ലൈക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബോക്സ് പണിതിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പവർ സപ്ലൈ ഇറക്കി വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു കാർഡ്ബോർഡും വെച്ചിട്ടുണ്ട്. ഇതുമേക്കും ഞാൻ ഈ ലൈറ്റിൻ്റെ ഹോൾഡർ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ കാർബോർഡേഷൻ എന്തിനാണ് വെച്ചെന്ന് വെച്ചാൽ ഈ തെർമോക്കോൾമ നട്ടും പോട്ടിട്ട് ഉറപ്പിക്കണമെങ്കിൽ ടൈറ്റ് ആയിരിക്കില്ല. അപ്പോൾ ഈ കാർബോർഡ് അകവശം പുറവശം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബൾബിൻ്റെ ഹോൾഡർ ഫിറ്റ് ചെയ്യണമെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. ഈ അടപ്പണ്ണ തെന്നിപ്പോണ്ടിരിക്കാനും പിന്നെ ഈ നല്ല ടൈറ്റായിട്ട് സീലായിട്ട് ഇരിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ ലെയർ വെച്ചത്. ഇത് കഴിഞ്ഞിട്ടുള്ള വർക്കാണ്. ഞാൻ ഇവിടെ ഒരു ഫാൻ ഹോൾഡറിന് വേണ്ടി ഞാനിവിടെ ഒരു കാർബോർഡിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ട്. ഇത് ബൾബ് ഹോൾഡറിൻ്റെ ഇന്നർ സൈഡിൽ തന്നെ കാർഡ്ബോർഡ് കഷ്ണമാണ്. ഇത് ടെമ്പറേച്ചർ സെറ്റിംഗ് മോഡ്യൂളിൻ്റെ ഇന്നർ സൈഡിൽ തന്നെ കാർഡ്ബോർഡ് കഷ്ണമാണ്. ഇനി ഞാൻ ടെമ്പറേച്ചർ മോഡ്യൂളും പരിചയപ്പെടുത്തി തരാം, പിന്നെ അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്നും ഞാൻ പറയാം. ഇതാണ് ടെമ്പറേച്ചർ മോഡ്യൂൾ. ഇതിൻ്റെ പേര് W1209 എന്നാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കുറച്ച് പിന്ന് കാണാൻ പറ്റും. ഇത് K0, K1 12 വോൾട്ട് ഗ്രൗണ്ടാണ്. പിന്നെ ഇവിടെ കുറച്ച് പുഷ് സ്വിച്ച് ഉണ്ടാവും. ഇത് സെറ്റ് എന്ന് പറഞ്ഞ പുഷ് സ്വിച്ചാണ്. ഇത് പ്ലസ് മൈനസ് പറഞ്ഞ പുഷ് സ്വിച്ചാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് എങ്ങനെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ സെൻസർ കുത്താനുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് 12 വോൾട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാൻ ഈ റൂമിൻ്റെ കറണ്ട് ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്ക് ഈ മോഡ്യൂൾ അങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഇപ്പോൾ 28 ആണ്, ആ 38 ആക്കണം. സെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും സെറ്റ് ആക്കണേ ബാക്ക് സ്ക്രീൻ ആവും. പിന്നെ ഈ സെറ്റ് ബട്ടൺ കുറച്ച് നേരം കൂടുതൽ നെക്കി പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ PO കാണാം. P1, P2, P3, P4, P5, P6. P0 ഹീറ്റിലിടണം, അതായത് Hലിടണം. P1 0.2. P2 41. P3 36 ഇടണം. P4 0 ആണ്. P5 0. P6 ഓഫ്. ഇനി കുറച്ച് നേരം കൈമാറ്റണമെങ്കിൽ ഇത് തന്നെ ബാക്ക് സ്ക്രീനിലോട്ടാവും. അപ്പോൾ ഇതോടെ നമ്മുടെ മോഡ്യൂളിൻ്റെ സെറ്റിംഗ് കഴിഞ്ഞ്. ഇനി നമുക്ക് ബാക്കി മോഡ്യൂള് ഇൻക്യുബേറ്ററിന് ഫിറ്റ് ചെയ്യാം. ഞാനിത് കുറച്ച് നേരം മുമ്പ് സെറ്റ് ചെയ്തപ്പോൾ കുറച്ച് എറർ കാണിച്ചായിരുന്നു. അപ്പോൾ ഈ എറർ എങ്ങനെ മാറ്റുമെന്ന് വെച്ചാൽ ഈ പ്ലസ് മൈനസ് ബട്ടൺമ നെക്കി പിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പവർ ഓൺ ചെയ്യുമ്പോൾ ഇത് തിരിച്ച് ഫാക്ടറി മോഡിലോട്ടാവും. അപ്പോൾ ഇതിൻ്റെ വീണ്ടും സെറ്റ് ചെയ്യണം ബാക്കി എല്ലാ കാര്യങ്ങളും.
സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടുന്ന് എയർ വലിച്ചിട്ട് ഇവിടുന്ന് എയർ പുറത്തോട്ട് തള്ളും. അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണ. ഇപ്പം ഞാൻ ഹോൾഡറിലേക്കുള്ള കണക്ഷൻ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ. ബൾബിൻ്റെ ഒരു വയർ കട്ട് ചെയ്തിട്ട് സ്വിച്ചിലേക്ക് കൊടുക്കണ പകരം റിലേയിലേക്ക് കൊടുക്കാം. SMPS ഇൻപുട്ടിലുള്ള 2 വയറും ബൾബിൻ്റെക്കുള്ള 2 വയറും കൂടി നമുക്ക് ഒരുമിച്ച് കറണ്ടിലേക്ക് കുത്താം. ഞാൻ ഇതിൽ പ്രസ് ചെയ്ത് കയറ്റുന്ന ടൈപ്പുള്ള ക്ലിപ്പാണ് ഉപയോഗിച്ചേക്കണം. ഈ ചാർജർ വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബോക്സ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഫാനിലേക്ക് മുകളിലേക്കുള്ള 12 വോൾട്ട് കൊടുക്കാം. ഇനി നമുക്ക് മോഡ്യൂൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. മോഡ്യൂൾ 38 ഡിഗ്രി ആകുമ്പോൾ കട്ടാവും. 38 ഡിഗ്രിന് താഴെയാണെങ്കിൽ പിന്നെയും ഓണാവും. ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് വൈക്കോല് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും വറ്റിപ്പോവും. അപ്പോൾ വറ്റിപ്പോകുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കാം. കാരണം ഈ വെള്ളം വറ്റുമ്പോഴും ഹ്യൂമിഡിറ്റി ആവണത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് വലിയ പാത്രം വെച്ചത്. അപ്പോൾ കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് കഴിയുമ്പോൾ പാത്രത്തിലോട്ട് വീഴാണ്ടിരിക്കാൻ വേണ്ടി ഞാനിവിടെ നെറ്റ് വെച്ചിട്ടുണ്ട്. കോഴിമുട്ട നമ്മൾ ഒരു ദിവസത്ത് 4 മുതൽ 9 തവണ തിരിക്കണം. പിന്നെ ഈ മുട്ട 18 ദിവസം വരെ തിരിച്ചു വെക്കാൻ പാടുള്ളൂ. 18 ദിവസം കഴിയുമ്പോൾ തിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മുട്ട വിരിയൂല. പിന്നെ ഈ സെൻസർ ഞാൻ ആദ്യം താഴെയായിരുന്നു വെച്ചത്. 19ാമത്തെ ദിവസം എൻ്റെ ഇൻക്യുബേറ്ററിൽ ആദ്യത്തെ കോഴിക്കുഞ്ഞ് വിരിഞ്ഞ്. ആദ്യത്തെ കോഴി വിരിഞ്ഞതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ രണ്ടാമത്തെ കോഴി വിരിഞ്ഞതിൻ്റെ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. പത്തൊമ്പത് ദിവസം വരെ ഈ സെൻസർ താഴെയിലാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് കോഴിക്കുഞ്ഞ് വിരിഞ്ഞപ്പോൾ ഈ സെൻസറിൻ്റെ മുകളിൽ കോഴിക്കുഞ്ഞിരിക്കും. അപ്പോൾ സെൻസർ വർക്ക് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഞാൻ കമ്പി വെച്ച് ഇത് പൊക്കി വെച്ചിട്ടുണ്ട് ഇൻക്യുബേറ്ററിന്. ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വിരിഞ്ഞ് കഴിഞ്ഞിട്ട് 27 മണിക്കൂറിന് ശേഷമേ ഈ കാർഡ്ബോർഡ് പെട്ടിയിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഈ കാർഡ്ബോർഡ് പെട്ടിയിൽ ഒരടി പൊക്കത്തിൽ ഞാനൊരു 60 വാട്ട്സിൻ്റെ ഫിലമെന്റ് ബൾബ് വെച്ചിട്ടുണ്ട്. ഇത് 3 ആഴ്ചത്തേക്ക് കോഴിക്കുഞ്ഞിന് ഈ പെട്ടിയിലൂടെ ഇടും. അത് കഴിഞ്ഞിട്ട് 3 ആഴ്ച കഴിയുമ്പോഴാണ് മാത്രം നമുക്ക് പുറത്തോട്ട് മാറ്റാൻ പറ്റുള്ളൂ കോഴിക്കുഞ്ഞിന്. ഞാൻ ഇൻക്യുബേറ്ററിൽ 17 കോഴിമുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എന്നെ കുളിപ്പിക്കുന്നത്. ഞാൻ ഇൻക്യുബേറ്ററിൽ 17 കോഴിമുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് 2 എണ്ണം കേടായിപ്പോയി. ബാക്കി 9 കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞായിരുന്നു. ആ 9 എണ്ണമാണ് ഇവ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് പിന്നെയും കാണാം. അപ്പോഴേക്കും ബൈ.